നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഹരി, പലപ്പോഴും ജീവിതത്തിൽ മനുഷ്യർ തോറ്റുപോകുന്നത് കൃത്യമായൊരു തീരുമാനം സമയത്തെടുക്കാത്തതുകൊണ്ടാ. നിത്യമോളുടെ കാര്യത്തിൽ ഇനി അത് പറ്റില്ല. ഈ രജിസ്ട്രേഷൻ നടക്കുന്നു, തീരുമാനിച്ചതുപോലെ തന്നെ നടക്കണം. വാ. ഇതാണ് ഹരി, നിത്യയുടെ ഭർത്താവ്. ഹരിക്കും നിത്യയ്ക്കും അറിയാത്തൊരു കാര്യമുണ്ട്. ഹരിയായിട്ട് നല്ല അടുപ്പുണ്ടായപ്പോ എന്റെ ഏട്ടൻ ആഗ്രഹിച്ചതാണോ ഹരി തന്നെ നിത്യയുടെ വരനായിട്ട് വരണേന്ന്? ഇതിപ്പോ ഇങ്ങനെ സാധിക്കാനായിരിക്കും ദൈവത്തിന്റെ തീരുമാനം. ഹരിയേട്ടാ, താങ്ക്സ്. കണ്ണീരൊഴിയാത്ത എന്റെ ചേച്ചിയെ ജീവിതത്തിലേക്ക് വീണ്ടും കൂട്ടിയതിന്. ചേച്ചിയെ വീണ്ടും ജീവിക്കാൻ പ്രേരിപ്പിച്ചതിന്. വാ. ചെറിയച്ച, ഇതാണ് ഹരിയുടെ നിത്യയുടെ മകൻ ആദി. ആദി, ആദി നിത്യയുടെ ഹരിയുടെയും കുട്ടിയാണോ? ജീവനെ അങ്ങനെയാണോ അവര് പറഞ്ഞു വിശ്വസിപ്പിച്ചിരിക്കുന്നത്? അപ്പോ ജീവനോട് അവര് ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുണ്ട്. അത് തകർത്തേ പറ്റൂ. രഘുവേട്ട, അവൻ എന്തെങ്കിലും മാറ്റം ഉണ്ടെന്നാണോ രഘുവേട്ടൻ കരുതിയിരിക്കുന്നത്? സുജാതയെ, അവൻ ഒരു മാറ്റവും ഇല്ല രഘുവേട്ട. ശിവാനന്ദന്റെ കുടുംബത്തിനെയും രഘുവേട്ടനെയും അവൻ കൊണ്ടുവന്നിരിക്കുന്നത് തന്നെ എന്തോ മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചിട്ടാ. ഇപ്പൊ നമ്മളൊക്കെ അവന്റെ മുൻപിൽ കളിപ്പാവുകളെ പോലെ നിന്നു കൊടുക്കുന്നത്. എനിക്ക് പേടിയാവുന്ന രഘുവേട്ട. അവൻ എന്തോ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് ചിലപ്പോ ആരുടെയെങ്കിലും ജീവൻ എടുക്കാനും ആവാം. താൻ നിത്യ വിളിച്ച് പറയാറുള്ളതൊക്കെ എനിക്കും അറിയാലോ. പക്ഷേ അവനെ തൊട്ടടുത്ത് കണ്ട നിമിഷം ഞാനൊരു അച്ഛനായിപ്പോയി. പിന്നെ കൂടെ വന്നത് അവൻ എന്ത് മനസ്സ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും അത് തടയാൻ ഞാൻ ഉണ്ടാവണ്ടേ? താൻ പേടിക്കണ്ട, അവന്റെ ഉദ്ദേശം എന്തായാലും അത് നടക്കില്ല. ഹരി, ഇതിനപ്പുറത്തേക്ക് ഒരൊക്കെ എന്ത് നന്മ ചെയ്യാനുള്ളത്? എന്റെ കുടുംബത്തെ കൂട്ടിക്കൊണ്ടു വന്നു, അതും ഇത്രയൊക്കെ സഹിച്ചിട്ട്. എന്റെ അച്ഛനെ തിരിച്ചും കൊണ്ടുവന്നു. എന്നിട്ടും ജീവൻ ഒരു കുഴപ്പക്കാരനാണെന്ന് ഞാൻ വിശ്വസിക്കണോ? നിത്യ, താൻ നിൽക്കുന്നത് ഒരു സ്വപ്ന ലോകത്താണെന്നാ എനിക്ക് തോന്നുന്നത്. പക്ഷെ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ഇവിടുന്ന് അകത്തേക്ക് കയറിയാല് എന്താ സംഭവിക്കാന്നറിയില്ല. നമ്മൾ തമ്മിലുള്ള വിവാഹം ഔദ്യോഗികമായി നടക്കും. അത് വേണോ ഹരി? അമ്മേ, മോളെ, മോളുടെ മനസ്സിലുള്ള സംഘർഷം എന്താണെന്ന് എനിക്കറിയാം. പക്ഷേ ഇവിടെ നീ ഞങ്ങളെ രണ്ടുപേരെ അനുസരിച്ചേ പറ്റൂ. അങ്കിൾ, ഹരി,
പലപ്പോഴും ജീവിതത്തിൽ മനുഷ്യർ തോറ്റുപോകുന്നത് കൃത്യമായൊരു തീരുമാനം സമയത്തെടുക്കാത്തതുകൊണ്ടാ. നിത്യമോളുടെ കാര്യത്തിൽ ഇനി അത് പറ്റില്ല. ഈ രജിസ്ട്രേഷൻ നടക്കുന്നു. തീരുമാനിച്ചതുപോലെ തന്നെ നടക്കണം. വാ. നിത്യഹരി അകത്തോട്ടിയല്ലേ, രജിസ്ട്രേഷനുള്ള ടൈമായി. ഇടമുന ഹരി പതറിപ്പോകരുത്. ഇതൊക്കെ ഒരു നാടകമാണെന്ന് വിചാരിച്ചാൽ മതി. അതാണ് സത്യവും. വാ. ഹരി ആരാ? സർ, ഹരി. നിത്യ ആരാ? സർ, മോളെ തുടയ്ക്ക്. എന്നാ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിക്കാം. നിത്യ, ഇവിടെ ഒപ്പിട്ടോളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.